നേരിക്ക് നേരെ ഖുർആൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. തലാഖ് എന്ന് പറയുന്നത് സറ്റൂരുന്നത് പോലെയല്ല. നിങ്ങളുടെ ഭാര്യമാരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ പിണക്കത്തിനെ ഭയന്നാൽ വല്ലാത്തി തഖാഫൂന നുശൂസഹുന്ന വഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മവാജിദി. തലാഖ് എന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് അർത്ഥമുള്ളതൊന്നുമല്ല. എന്നെ മുസ്ലിയാരെ പിന്നെ ഞാനിവിടെ കിടന്ന് അങ്ങോട്ട് പിന്നെ കുളത്തിൽ കിടന്ന് നിങ്ങൾ ചത്തുകൊണ്ടാന്ന് പറഞ്ഞാല് ഭാര്യനെ തലാഖിയല്ലോന്നാണോ അല്ലെങ്കിൽ ഭർത്താവിനെ ഒഴിവാക്കണമെന്നല്ലോ. ഒരു നിലയ്ക്കും അനുവദിക്കപ്പെട്ടിട്ടില്ല. ഖുർആൻ നേരെ വിവരിക്കുന്നു, ഭാര്യ നിന്നോട് പിണങ്ങിയാൽ അതുണ്ടാകും. ബഹുമാനികളെ, ഞാൻ അതിലേക്കാ വരാൻ പോണത്. ഭാര്യ എന്ന് പറയുന്നത് നിന്നെ പോലുള്ളതായ സ്വഭാവവും ശൈലിയും ഉള്ളതല്ല. അതിന്റെ ഭാഗത്ത് പിണക്കോ അനുസരണക്കേടും ഒക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു അനുസരണക്കേടുണ്ടായാൽ നീ ഉപദേശിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. ഏത് വെള്ളിയാഴ്ച കുഴിയാലിപ്പടി മെമ്പറേൽ നിങ്ങൾ കേൾക്കാത്തത്? ഏത് മിമ്പറേല ലോകത്ത് കേൾക്കാത്ത ഖുതുബ? ഏത് മിമ്പറേലുണ്ട്? എന്താ പറഞ്ഞത്? നിങ്ങൾ നല്ല വർത്താനം പറട്ടോ, നല്ല വർത്താനം പറ. നിങ്ങൾ നല്ല സംസാരം സംസാരിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ പാപം പുറത്തു തരും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ നന്നാക്കി തരും. ഇത് അല്ലാഹു റസൂൽ നിങ്ങൾക്ക് തരുന്ന ഉപദേശമാണ്. ഇതിനെ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ ഫഖദ് ഫാസ ഫൗസൻ അദീമ, നിങ്ങൾ ഉന്നതമായ വിജയത്തിന്റെ വക്താക്കളായി. നല്ല വർത്താനം പറയാ. പെണ്ണും പിള്ള പിണങ്ങിയാൽ നീ ഈ തമിഴ്നാട്ടിൽ നിന്ന് ബംഗാളിൽ നിന്നൊക്കെ ഈ ടെലിഫോണിന്റെ കുഴി താത്താമന്റെ പെണ്ണുങ്ങളുടെ അരി അവിടെ ഒരു ശകലം വെച്ചൊട്ടിച്ച്, ഇവിടെ ഇത്തിരി വെച്ചൊട്ടിച്ച്, ഇതിങ്ങനെയൊക്കെ ആയാ എന്റെ നീ കാരണം അല്ലാഹു തആല എന്നെ ശിക്ഷിക്കും. കാരണം അല്ലാഹ് പറഞ്ഞത് ഖൂ അൻഫുസക്കും വഅഹ്ലിക്കും നാറ. ഭർത്താക്കന്മാരെ, നിങ്ങളുടെ ശരീരത്തിനെ മാത്രം നരകത്തിൽ രക്ഷപ്പെടുത്തിയാൽ പോരാ, നിങ്ങളുടെ ഭാര്യമാര്, നിങ്ങളുടെ മക്കള്, അവരുടെയൊക്കെ ശരീരത്തെ നരകത്തിൽ രക്ഷപ്പെടുത്തേണ്ട ബാധ്യത നിങ്ങൾക്കുണ്ട്. ഇത് പടച്ചോൻ പറഞ്ഞതാണ് എന്റെ പ്രിയപ്പെട്ടവളെ. അതുകൊണ്ട് നിനക്ക് ഞാനൊരു വെറുതെ മക്കനെ മേടിച്ചു തരാം, നീ പടച്ചോനോർത്തി സാരിയും ബ്ലൗസും ഒക്കെ എടുത്ത് കളയണം. അവള് പറഞ്ഞേ, ആഹാ ഇപ്പൊ വലിയ വള്ളമുള്ള പറയണത് ഈ വക ഇടപാടൊന്നും എന്റെ അടുത്ത് നടക്കൂല. ഞാൻ ആ ഇളയ ചെറുക്കനും കൂടെ പെണ്ണ് കെട്ടിയിട്ട് ഒരു ഹജ്ജിന് പോകാൻ ഉദ്ദേശിക്കുകയാണ്. ഇയാൾക്കും വേണമെങ്കിൽ കൂടെ പോനീ പോരെ. അങ്ങനെ ഹജ്ജൊക്കെ അങ്ങോട്ട് കഴിഞ്ഞങ്ങ് വന്നാൽ പിന്നെ ഞാൻ പറഞ്ഞ മക്കനെ തന്നെയാ, പിന്നെ ശാരിയിലേക്കൊന്നും ഞാൻ നോക്കണില്ല. അതുകൊണ്ട് അതുവരെ ഇപ്പൊ ഇയാൾ എന്നോട് ഇപ്പൊ ഇതൊന്നും പറയണ്ട, ഞാൻ ഇങ്ങനെ ചെത്തി തന്നെ നടക്കുള്ളൂ. ഞാൻ കല്യാണത്തിന് മുമ്പ് ഇയാൾക്ക് സൗകര്യം ഉണ്ട് എൻ്റെ കൂടെ വന്നത്, എനിക്ക് നിർബന്ധമൊന്നുമില്ല. അപ്പൊ അവിടെ പഠിച്ച കരാട്ട ഉപയോഗിക്കാനല്ല അല്ലാഹു തആല പറഞ്ഞേ. നോക്കിയേ, അല്ലാഹ് പറയത് പഠിച്ചോനാ പറയണേ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ വഅദൂഹുന്ന വല്ലാത്തി തഖാഫുന നുശൂസഹുന്ന വഅദൂഹുന്ന. അനുസരണക്കേട് നിന്റെ ഭാര്യയുടെ ഭാഗത്തുനിന്നുണ്ടായാൽ നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. അവിടെ അടിയിടിയൊന്നുമല്ല, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. ഇതൊന്നും നമുക്കൊന്നും പലർക്കും നടക്കണില്ല. ബഹുമാനികളെ, പലർക്കും നടക്കണില്ല. ഈ നല്ല വാക്കിൽ ഉപദേശിക്കുന്ന ഒരു ശൈലി, ഈ കുറ്റപ്പെടുത്തലും ഈ പിന്നെ ഭീഷണിപ്പെടുത്തലും വഴക്ക് പറയലും ഒക്കെയാണ് നമ്മുടെ ജോലിക്ക് പോയതാണ്. നിങ്ങളുടെ കാര്യമല്ല, വാമസിലാറെ തന്നെ കുട്ടികൾ നേരം വെളുത്തു പെണ്ണുപിള്ള ഉണ്ടാക്കി തന്നൊക്കെ ആയിട്ട് വാരി കെട്ടിയൊക്കെ ഓഫീസിലേക്ക് പോവാണ്, അല്ലെങ്കിൽ കച്ചവടത്തിന് പോവാണ്. ഓഫീസ് തന്നെ ആവട്ടെ. അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ മറന്നുപോയി, ഓഫീസില്ല. കാരണം എന്താ, പണിമുടക്ക് കാരണം ആരും എത്തിയിട്ടില്ല, ഇന്ന് കാര്യങ്ങൾ ഓടുമില്ല. വെറുതെ വണ്ടിക്കൂലി മുടക്കി ഇവിടം വരെ വന്നല്ലോ, തിരിച്ച് നേരെ വീട്ടിലേക്ക് എല്ലുവാണ്. ശ്രദ്ധിച്ചോട്ടോ, നമ്മുടെയൊക്കെ ശൈലി ഇതാണോ ഒന്ന് നോക്കിക്കോ. നബിത്തങ്ങളുടെയൊക്കെ സ്വഭാവം, അല്ലാഹുവിന്റെ റസൂലിന്റെ ശൈലി. ആയിഷയോട് ചോദിച്ചു, വീട്ടിലേക്ക് വന്നാ എന്താ അവസ്ഥ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം തന്റെ സ്വന്തം ഭാര്യ വർണ്ണിക്കുകയാണ്. മഹാനായ നബി തങ്ങൾ വീട്ടിലേക്ക് ഇങ്ങോട്ട് വന്നാൽ ഒരു അടുക്കളപ്പണിക്കാരനാണെന്ന് ആയിഷത്തു തുഹ്റ റളിയല്ലാഹു തആല അൻഹാ. വീട്ടിലേക്ക് നബി തങ്ങൾ ഇങ്ങോട്ട് വന്നാൽ അടുക്കളപ്പണിക്കാരനാ. മറ്റൊരിക്കൽ ചോദിച്ചു പറഞ്ഞു, കാന റജുലൻ സഹല. വീട്ടിലേക്ക് ഇങ്ങോട്ട് നബി തങ്ങൾ കയറി വന്നാൽ പിന്നെ ഒരു തമാശക്കാരനാണ്. നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? നിങ്ങളുടെ കാര്യം അറിയില്ല. വീട്ടിലേക്ക് എന്ന് കഴിഞ്ഞാൽ മോന്തൊക്കെ ഒരു കൊട്ടുണ്ടാവും. ഈ ചായ വെള്ളം കൊണ്ടേ പശുവിന് കൊടുക്കടി തിളപ്പിച്ചുകൊണ്ട് വന്നേക്കോ. കാരണം എന്താ, അതെന്താന്നുള്ളത് പിന്നെ പറഞ്ഞു തരണ്ട. പെണ്ണുമ്പിള്ള ചായ കൊണ്ടു തരുമ്പോ ഈ ദേശം പെണ്ണിന്റെ കാര്യം എന്താണെന്നുള്ളത് നമ്മുടെ സംസാരത്തിൽ വരും. അതപ്പം പറയാം. നരച്ചവര് ശ്രദ്ധിച്ചോ,
വലം അജിദു ഖൈറൻ ഖത്തു. 65 വയസ്സായ പെണ്ണുമ്പളെ കെട്ടിയവനോട് പറഞ്ഞ വർത്താനാ. നബി തങ്ങൾ അതേ ശൈലി തന്നെ പകർത്തിയേക്കാണ്. നബി തങ്ങള് പറയാ 65 കൊല്ലമായി ഇപ്പൊ പെണ്ണുമ്പളെ കെട്ടിയവനോ ഒത്തു കിട്ടാണ്. വലം അജിദു ഖൈറൻ ഖത്തു. 65 കൊല്ലത്തെ ഈ ഭാഗത്ത് മൊത്തം പൊളിഞ്ഞു. നമ്മള് ശ്രദ്ധിച്ചോ, 2 പാർട്ടിക്കും ഉണ്ട്. എത്ര മനോഹരമായിട്ടാണ് കുടുംബജീവിതം അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചെന്നേക്കണെന്നറിയോ? എത്ര മനോഹരമായിട്ട്. അതിനൊക്കെ വികൃതമാക്കാനുള്ള തകൃതിയായ പ്രവർത്തനങ്ങളും കാര്യങ്ങളും ഒക്കെ ഇപ്പൊ ലോകത്ത് നടക്കണം. നമ്മള് ശ്രദ്ധിച്ചോ. അങ്ങനെ ജോലി ഇല്ല, തിരിച്ചിങ്ങോട്ട് വരികയാണ്. ഗേറ്റിന്റെ ഓടോമ്പല് നീക്കിപ്പോ പെണ്ണുമ്പള തുണി കഴുകിക്കൊണ്ട് ഇങ്ങനെ കിണറിങ്ങിയെന്നിങ്ങനെ, അല്ല എന്തേ പോയിട്ട് അവൻ നിനക്കും ബോധമില്ല. പേപ്പറിലുണ്ടായിരുന്നില്ലേടി പണി കൊടുക്കാന്നുള്ളത് പറയാൻ പാടില്ലേ? ഇതപ്പം മനസ്സുകൊണ്ട് അങ്ങോട്ട് നാക്കൊണ്ട് പറയില്ല. നാക്കൊണ്ട് പറഞ്ഞാൽ അപ്പൊ തന്നെ കല്ല് വെച്ചെറിയും. അതുകൊണ്ട് മനസ്സും കൊണ്ട് അറിയവേ അപ്പൊ നിന്റെ ഓതിക്കിലേക്ക് അപ്പൊ നിനക്ക് പേപ്പറിനകത്ത് നീ വായിച്ചല്ലേ, അപ്പൊ നിനക്ക് എന്താ ഓർമ്മയില്ലാത്ത? അത് മനസ്സുകൊണ്ടാ പറഞ്ഞോളൂ പെണ്ണുമ്പിള്ള. അത് കഴിഞ്ഞിട്ട് ഇയാളിങ്ങനെ വെറുതെ പാടുപെട്ട് അവിടം വരെയും പോയി ഈ പൊതിക്കെട്ടും ഒക്കെ ഏറ്റിക്കൊണ്ട്. എന്നാ വാതില് കുറ്റിയിട്ടിട്ടില്ല, കേറിക്കോ. വേറെ ഒന്നും നാക്കൊണ്ട് പറഞ്ഞില്ല കേട്ടോ, ബാക്കിയൊക്കെ മനസ്സുകൊണ്ട് പറഞ്ഞോളൂ. അങ്ങനെ ഇയാള് സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോ കാണാം കോഴി ഇങ്ങനെ അങ്ങോട്ട് നിരത്തി വെളിക്കിറങ്ങിയിട്ട് സിറ്റ് ഔട്ടിനകത്ത്. അവിടെ ഡാഷിന്റെ മോളെ അത് പൂരിപ്പിച്ചോട്ടോ, ഒക്കെ നമുക്ക് കറക്റ്റ് ആയിട്ടൊക്കെ അറിയാലോ. അതിപ്പോ മെയ്ക്ക് കൂടെ പറഞ്ഞ അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. എടി ഡാഷിന്റെ മോളെ, നിന്റെ കണ്ണിലും തൊട്ടാടി കോഴി വെളിക്കിറങ്ങിട്ട് കണ്ടുകൊണ്ട് ഇത് കോരിക്കളയാൻ പാടില്ല മനസ്സേറി. അപ്പൊ അവിടെ അലക്കലൊക്കെ നിർത്തിയിട്ടോ. അപ്പൊ മനസ്സും കൊണ്ട് പറയും, ഓ അടച്ച തമ്പുരാനെ, ദുനിയാവിൽ എന്തോരം മനുഷ്യന്മാരെ വണ്ടി ഇടിച്ച് ചാവണ്ടല്ലോ, ഇതിന്റെ ഒടുക്കത്തെ അവൻ ഇതിനെ ഒരു വണ്ടി ഇടിക്കണില്ലല്ലോ. ഇങ്ങനെ ശാപിച്ച് പിരാഗി നേർന്ന് ആ പാവം അപ്പുറത്തോടെ വീടിന്റെ അപ്പുറത്തോടെ കറങ്ങി വന്ന് ഈ കോഴി വെളിക്കിറങ്ങണം എപ്പോഴാന്ന് ഇത് നോക്കി എടുക്കുവാണോ? 100 കൂട്ടം ജോലിയുണ്ട്. ചകിരിയും കൊണ്ട് വന്നിട്ട് ഇതിങ്ങനെ കോരി. അപ്പൊ ഇവനിങ്ങനെ നോക്കിയിരിക്കണതിന്റെ ഇടയിലും കുറെ എന്താ പറയുന്നുണ്ട് കുറെയൊക്കെ. അങ്ങനെ ബഹുമാനികളെ ഈ പാവപ്പെട്ടത് കോരി. ഞാൻ ചോദിക്കട്ടെ, ആ ശൈലിയാണോ നല്ലത്, അതോ തങ്ങൾ പരിചയപ്പെടുത്തി തന്ന മറ്റേ ശൈലിയാണോ? അതെന്താ ശൈലി? ഏറ്റിക വന്നു. ഇതെന്തേ ഇത്ര അല്ലാടി ഒന്നും പറയണ്ട. ഞാനും ഓർത്തില്ല, നീ ഓർത്തില്ല. പത്രത്തിലുണ്ടായി ഇന്ന് പണി കൊടുക്കല്ലേ. അല്ലോ വെറുതെ അവിടെ വരുമ്പോൾ സാരമില്ല, പഠിച്ചോന്റെ കളയാണ്. ഇന്ന് വെറുതെ ഒരു ദിവസം ഇങ്ങനെ അവിടെ പോയിട്ട് തിരിച്ചു വന്നു. എന്താ ഡോറ് ലോക്കിട്ടിട്ടില്ല കേട്ടാ, കേറിക്കോട്ടെ. അത് ഞാൻ കയറിക്കോളാം, നീ കഴിക്കോ, തുണി കഴിക്കോ. അങ്ങനെ കേറിക്കോളാന്ന് പറഞ്ഞ ആള് ഈ മുറിക്കകത്തേക്ക് കയറുന്നതിന് വേറെ എന്ത് ചെയ്തു? വാഴയില കീറുവാണ്. അപ്പൊ കറന്നുള്ള കീറില് കേട്ട് കഴിഞ്ഞപ്പോ ഈ പുള്ളിക്കാരത്തി എന്തേ ഈ വാഴയില കയറുന്നതിലാ ഈ ഒരു കഷ്ണം ഇല. ഇത് ഈ വാഴയിൽ എടുക്കേണ്ട ആവശ്യം എന്താ? അവിടെ റൂം തുറന്നിട്ടുണ്ടെന്നേ. അപ്പം ഇതെന്താ ഉള്ള? ഇപ്പൊ ഞാൻ നട്ടേക്കണ വാഴയെന്ന് ഒരു കഷ്ണം ഇല എനിക്ക് എടുക്കാൻ പാടില്ലേ? ഞാൻ ഒരു കഷ്ണം ഇല കീറാന്നേ. നീ അവിടെ നിന്ന് തുണി കഴിക്കോ. ഇയാൾ എന്നിട്ട് എന്ത് ചെയ്തു? ഈ കോഴിച്ചെടി ടൈലേക്ക് കിടക്കണത് ഈ വാഴയിലയും കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് കോരാൻ തുടങ്ങി. അപ്പൊ നല്ല ഒന്നാന്തരം നെയ്റോസ്റ്റ് പോലെയായി. ഇത് വാഴയില കൊണ്ട് കോരിയാ കിട്ടുമോ? മൊത്തം ആ ടൈലേല അങ്ങോട്ട് പരന്നു. അപ്പൊ ഈ വാഴയില കീറിയത് എന്തിനാന്നറിയാൻ ഈ മൂപ്പത്തേര് അലക്കലൊക്കെ നിർത്തിയിട്ട് കറങ്ങി ഇപ്പുറത്തേക്കൊന്ന് റഹ്മാനായ പടച്ചവനെ ഇതെന്തെന്നേ കാണും. ഒന്നുമില്ലാടി, അല്ല ഒന്നുമില്ലാന്ന് തന്നെ. ഞാനേ ഈ കോഴിച്ചിട്ടൊന്ന് കോരും. നല്ല കളി. കയ്യിലേക്ക് പോയിക്കാ ഇല പൊട്ടി. അല്ലാ ഇത് കണ്ടില്ലോ, ഒന്ന് വളർത്തു വയ്ക്കുക. റഹ്മാനായ അതവിടെ എന്നോട് അറിയുക. ഇത് പടച്ചവനെ ഇതെന്ത് ഈ കോഴിത്തീട്ട ഈ ടൈലേക്ക് കിടക്കണ വാഴയിലെ കൊണ്ട് കോരിയാ കിട്ടും. അത് ഇങ്ങോട്ട് ഇറങ്ങി വാ, എന്നെ സോപ്പിട്ട് ഒന്ന് കഴിക്കുക, ഒന്ന് മണത്ത് വയ്ക്കാൻ മണം പോയി. ഒന്നോടിയേ പോയില്ല, അന്ന് ഒന്നുകൂടെ സോപ്പൊന്നിട്. പടച്ചവനെ ഇത് എന്നോട് പറഞ്ഞാ പോരെ, ഞാനിത് കോരി കളിയില്ലേ. ഈ മാതിരിയാണ് കയറി വേണ്ടാത്ത പഠിക്കേണ്ട കാര്യം. നന്നായിട്ട് കഴിയുന്ന ഈ തുണി കൊണ്ട് തൂത്തളഞ്ഞോ, കയറി പൊക്കോ. എന്നിട്ട് എന്ത് ചെയ്തു? ഇവള് ചകിരി എടുത്തുകൊണ്ടിട്ട് അത് നന്നായി കോരി അത് കഴുകിയതിന്റെ ശേഷം അണുനാശിനിയൊക്കെ ഒഴിച്ച് ക്ലീൻ ചെയ്ത് നല്ല സുഗന്ധമുള്ളതൊക്കെ അങ്ങോട്ട് തേച്ച് നല്ല റാഹത്താക്കി. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തതാണോ നല്ലത്, രണ്ടാമത്താണോ നല്ലത്? കോഴിച്ചെടി കോരിയത് പെണ്ണുമ്പിള്ളേ, രണ്ടാമത്തേലും
ആദ്യത്തേതിലും പെണ്ണുമ്പിള്ളെ ഒരിത്, രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം. കുറ്റപ്പെടുത്തരുത്. അവിടത്തേക്ക് ഞാൻ പറയുന്നു, ഇവിടത്തോടും പറയുന്നു. കുറ്റപ്പെടുത്തൽ കുടുംബജീവിതം തകരാൻ കാരണമാക്കപ്പെട്ട ഒരു വിഷയമാണ്. കുറ്റപ്പെടുത്തരുത് തന്നെയല്ലേ ഖുർആൻ പറഞ്ഞത്? അതല്ലേ ഞാൻ ചോദിച്ചത്. എല്ലാ വെള്ളിയാഴ്ച ഇത് തന്നെയല്ലേ ഉപദേശിക്കുന്നത്? ഖൂലു ഖൗലൻ സദീദ. നല്ല വർത്താനം. സ്വന്തം മക്കളെ ഒന്ന് കുറ്റപ്പെടുത്താൻ തിരുത്തൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? നിങ്ങളുടെ ഭാര്യയും പെണ്ണല്ലേ, നിങ്ങളുടെ ഭർത്താവും പെണ്ണല്ലേ. ഭർത്താവിനെ കുറ്റപ്പെടുത്തണമൊക്കെ ഞാൻ പറഞ്ഞുതരാം. കുറ്റപ്പെടുത്താത്ത ശൈലിയിൽ ഭർത്താവ് നല്ല വഴിയിലേക്ക് വന്ന് ഭാര്യ കാരണമായി ഭർത്താവ് സ്വർഗാവകാശിയായ ചരിത്രം ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ ഇതിനകത്തുള്ളത് തന്നെയാ, പുതുക്കി കൊണ്ടു നേക്കണമെന്നല്ല. ആ പരസ്പരമുള്ള സംസാരത്തിൽ സ്വന്തം മക്കളെ കുറ്റപ്പെടുത്താൻ മക്കൾ വഴിക്ക് വരൂല. നിങ്ങൾ മനസ്സിലാക്കിയോ? കുറ്റപ്പെടുത്തലല്ല വേണ്ടത്. 1.5 വയസ്സുള്ള കൊച്ച്, അതിനിപ്പോ എന്തറിയാം? അത് മുറ്റത്തിരുന്ന് വെളിക്കിറങ്ങുവാണ്. നിങ്ങൾ ചെല്ലുമ്പോൾ അവൻ വെളിക്കിറങ്ങണതിന്റെ കൂടെ നേന്ത്രപ്പഴം ഇങ്ങനെ തൊണ്ട് ഒളിച്ചിട്ട് കടിച്ച് തിന്നുകയും ചെയ്യുകയാണ്. നിങ്ങൾ എങ്ങനെയായിരിക്കും ആ കൊച്ചിനെ കൈകാര്യം ചെയ്യണത്? വെളിക്കിറങ്ങണതിന്റെ കൂട്ടത്തിൽ ഇത് തിന്നലും നടന്നുകൊണ്ടിരിക്കുകയാണ്, രണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യും? എന്റെ ശൈലി പറയുകയാണെങ്കിൽ ദാസേന്ന് കൂട്ടിയിട്ട് ഒരു വിളിയങ്ങൾ വിളിച്ചിട്ട് തിന്നണെന്ന് ചോദിച്ചോണ്ട് 2 ചാട്ടമൊക്കെ ചാടി. 1.5 വയസ്സേ കൊച്ചിന് പ്രായമുള്ളൂ. പക്ഷെ ഞാൻ ഈ 2 ചാട്ടം ചാടി ഇന്നലെ ദേഷ്യപ്പെട്ട് കണ്ണൊക്കെ മിഴിച്ച് കാണിക്കണ കണ്ടിട്ട് ഞാൻ പെരക്കാത്തേക്ക് വരുമ്പോ ആ കൊച്ചിങ്ങനെ തിരിഞ്ഞു നോക്കും. കൊച്ചു വാപ്പ അകത്തേക്ക് പോയോന്ന്. അകത്തേക്ക് പോയാ പിന്നെ അവൻ ചെയ്യണ പണി എന്താണെന്നറിയോ? ആ തൊണ്ട് ബാക്കിയും കൂടെ അങ്ങോട്ട് ഉരിഞ്ഞിട്ട് ഇനി തിരിഞ്ഞിരിക്കും. വെളിക്കിറങ്ങുമ്പോ തിന്നണ്ടെന്നല്ലോ അപ്പൊ എന്നാ ഞാൻ ഈ മലത്തിനകത്തൊന്ന് കുത്തി തിന്നോക്കട്ടെ എന്താ ടേസ്റ്റ് ഉണ്ടാവും. അതിന്റെ പേരായി വാശിന്ന്. കുറ്റപ്പെടുത്തിയപ്പോൾ വാശി കൂടി. ഇത് നിങ്ങൾ മനസ്സിലാക്കിയേക്കുക. അങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും ഇങ്ങോട്ട് കുറ്റപ്പെടുത്തിയാലും കുറ്റകൃത്യത്തിൽ നിന്ന് പിന്തിരിയിലല്ല 195 കൂടുതൽ കുറ്റത്തിലേക്ക് പോകല. പോട്ടെ ജനങ്ങളെ, പോട്ടെ. എന്താ ഞാൻ പറഞ്ഞു വന്നത്? വഇളൂഹുന്ന, അനുസരണക്കേട് കാണിച്ചു, ഫർദ ധരിക്കൂല എന്നാ പറയണത്. അപ്പൊ എന്ത് ചെയ്യണം? ഇടിയല്ല വേണ്ടത്, അടിയല്ല വേണ്ടത്. വഇളൂഹുന്ന, നല്ല നിലയ്ക്ക് ഉപദേശിക്കണം. എടി, ഞാനിത് പറയുന്നത് എനിക്കും ഖൈറിനാണ്, നിനക്കും ഖൈറിനാണ്. നമുക്ക് രണ്ടാൾക്കും നാളെ നന്മയ്ക്ക് വേണ്ടിയിട്ട് പറയാൻ, നമ്മുടെ മക്കളുടെ നല്ല ഭാവിക്ക് വേണ്ടിയിട്ടും പറയാൻ. ഇങ്ങനെ നല്ല നിലയ്ക്ക് ഉപദേശിക്കാൻ അനുസരിക്കുന്നില്ല. തലാഖിയല്ലായില്ല, അനുസരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യണം? വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ, വഹ്ജുറൂഹുന്ന ഫിൽ മളാജിഇ. നിങ്ങൾ രാത്രി വർത്താനം പറഞ്ഞിട്ടില്ല കേട്ടോ. ഇതിങ്ങനെ പറഞ്ഞു, സാരി ഉടുക്കൂല, ഞാൻ ഹജ്ജ് കഴിഞ്ഞിട്ടേ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞാൽ ആ വിഷയം അവിടെ അവസാനിച്ചു. വേറെ അതിനെ പറ്റി ചർച്ച ഒന്നുമില്ല. അത്താഴം കുടിച്ചു, ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നേരത്തെ പോയി ബെഡ്റൂമിൽ ചെന്ന് പിന്നെ കിടക്കയിലേക്ക് കയറി 2 കാലും ഇങ്ങനെ അങ്ങോട്ട് പരമാവധി അങ്ങോട്ട് അകത്തി, 2 കയ്യും ഇങ്ങനെ അങ്ങോട്ട് വിടുത്തി, അങ്ങനെ അവിടെ കിടക്കണം. അങ്ങനെ പെണ്ണുമ്പുള്ള പിന്നെ പാത്രമൊക്കെ കഴുകി വാതിലൊക്കെ അടച്ച് ബെഡ്റൂമിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേ ഇതെന്ത് കിടത്തായി കിടക്കണേ? ഇത് മനുഷ്യൻ കിടക്കണ അടുത്തല്ലാണ്. മനുഷ്യൻ കിടക്കണ അടുത്ത് വന്നു കഴിഞ്ഞാൽ ഈ മാതിരി കിടന്നു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർ കിടക്കണ എവിടെയാ? അതിപ്പോ എനിക്കറിയേണ്ട കാര്യമില്ലല്ലോ. ഞാനിപ്പോ ഇങ്ങനെ ഈ കാലൊന്ന് അകത്തി വച്ചു കിടന്നു നോക്കി, അപ്പൊ ഉണ്ട് നല്ല സുഖം. എന്നാ പിന്നെ കയ്യും കൂടെ ഒന്ന് അകത്താന്ന് പറഞ്ഞാൽ കയ്യും കൂടെ പിടിച്ചിട്ട് അതിനേക്കാളും സുഖം. എന്നാ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ അങ്ങോട്ട് കിടക്കാൻ ഇതെന്തൂട്ടാ വിളി പറഞ്ഞ ഈ കാലും ഈ കയ്യും കൂടെ മാറ്റി വെക്കും. ഞാനിവിടെ ഈ കാലും മാറ്റണില്ല, ഈ കയ്യും മാറ്റണില്ല. ഞാൻ കാശ് കൊടുത്ത് കഴിച്ചാൽ കിടക്കല്ല കട്ടില്ല. ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം അത് ഞാനിപ്പോ ഇന്ന് അങ്ങനെ തീരുമാനിച്ചേക്കാണ്. ഇന്ന് ഇങ്ങനെ കിടക്കാൻ ഞാൻ എവിടെ കൊടുക്കും? അവിടെ ഇഷ്ടം പോലെ സ്ഥലം ഉണ്ടല്ലോ, താഴെ കിടക്കാൻ പാടില്ലേ? ഒരു പുല്ലോയോ വിരിപ്പ എന്തെങ്കിലും വെച്ച് അവിടെ നിലത്ത് കിടക്കാമല്ലോ. ഈ മാർബിളിന്റെ വെള്ളം അതെനിക്ക് ബാധത്തിന്റെ, നിനക്ക് ബാധമായാലും കോതായാലും ഇപ്പൊ ഇന്നിപ്പോ എന്തായാലും ഒരു ഇടപാടും ഇവിടെ നടക്കൂല. ഞാൻ ഇന്ന് ഇങ്ങനെ കിടക്കാൻ തന്നെ തീരുമാനിച്ചേക്കുവാണ്. ഇങ്ങനെ ഒരു തീരുമാനം, ഇങ്ങനെ തീരുമാനം ഞാൻ ഇരിക്കുന്നിപ്പോ അങ്ങനെ. ഓഹോ, എന്തേ എന്നോട് രാവിലെ പർദ്ദ ഇടണ അങ്ങനെ വരട്ടെ. എനിക്ക് അതിനകത്ത് വലിയ വിഷമമുണ്ടായി. ഞാനത് പറഞ്ഞിട്ട് നീ അത് അനുസരിക്കണില്ലാണ്ട് വന്നു കഴിഞ്ഞപ്പോഴേ എന്നാ പിന്നെ ഞാൻ ഇന്ന് ഇങ്ങനെ കിടക്കാന്ന് കിടന്നോ? ഞാൻ താഴെ അതല്ല, ഞാൻ നമ്മളെ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ലോ, നീ താഴെ കിടന്നോ. ഖുർആനായത് പറയണത് ചുമ്മാ വാവിലേറുണ്ടാക്കി പറയല്ല. കിടക്കാൻ വരുമ്പോ കൂടെ കിടത്തണ്ടാന്ന്, താഴെ മാറിക്കിടക്കട്ടെ. അങ്ങനെ അവള് താഴെ ഒരു വിരിപ്പ് വിരിച്ച് നീ കട്ടിലേല് ബെഡേല് നല്ല സുഖമായിട്ട് AC ഒക്കെ ഓണാക്കി ലൈറ്റൊക്കെ ഓഫാക്കി
ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്, പരമാവധി കണ്ട 10 മിനിറ്റ്. ചിലപ്പോൾ ആദ്യം താഴെ കിടക്കുന്ന ആളായിരിക്കും, അല്ലെങ്കിൽ മുകളിൽ കിടക്കുന്ന ആളായിരിക്കും. ഉറങ്ങിയില്ലേ? നീ ഉറങ്ങിയില്ലേ? അല്ല, ഭയങ്കര മടിയായത്. ഈ കല്യാണം കഴിക്കാത്ത പിള്ളേരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്റെ ബഹുമാനികളെ, അള്ള കൊടുക്കണ ശിക്ഷ. അള്ള കൊടുക്കണ ശിക്ഷ. 2 ഒരു മുറിയിൽ 2 വിരിപ്പ കിടക്കുക. അവളെ വിരിപ്പ കയറ്റി കിടത്തണ്ട, അവള് മാറി കിടക്കട്ടേന്ന്. അപ്പോഴത്തേക്കും കട്ടിലൊന്ന് തപ്പ. എന്ത്? അല്ല, ഞാൻ ഇപ്പൊ തന്നെ ഇടണോ? വേണ്ടടി, നാളെ അവൾക്ക് ഇട്ടാ മതി. എന്നാലേ നീ പറ, ഞാൻ എന്റെ ഏത് കാലം എങ്ങോട്ട് നീക്കണം, ഏത് കൈ എങ്ങോട്ട് നീക്കണം? നീ പറയണ മാതിരിയേ കിടക്കണുള്ളൂ. എന്തോരം നീക്കണമെന്ന് പറഞ്ഞിട്ട് മതി. അത്ര നീക്കൊന്നും വേണ്ട. അപ്പൊ നാളെ മുതൽ ഞാൻ പറഞ്ഞേ മക്ക, നാളെ അവർക്ക് കിട്ടാ മതി. ഇപ്പൊ തന്നെ ഇനി രാത്രി ഇപ്പൊ ഇടയ്ക്കാറായിട്ട് പ്രശ്നം പരിഹരിച്ചോ? ഞങ്ങള് പറ. ഇവിടെ ഇടിയുണ്ടായില്ല, അടിയുണ്ടായില്ല. ഖുർആൻ പറയാണ്, അനുസരിക്കുന്നില്ല എങ്കിൽ പക്ഷേ പൊന്നാർ നബി തങ്ങൾ പറയാ 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എന്ന് തൊണ്ടാനക്കലല്ല ഇവിടെ കേട്ടത്. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ താഴ്ത്തുനിന്ന് കേൾക്കാം, അങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അവിടെ പിന്നെ ഇടപെടാനൊന്നും പോകണ്ടാന്ന്. കാരണം എന്താ? അതൊരു മൃഗ, ഒരു പശു എന്ന് പറഞ്ഞാ തങ്ങളത് പറഞ്ഞു കൊണ്ടുവന്ന ശൈലി എങ്ങനെയാന്ന്? പശു എന്നുള്ള വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. തങ്ങൾ പറഞ്ഞു കൊണ്ടുവന്ന എങ്ങനെയാന്നറിയോ? വലാ ഹമ്മലഹ ഇല്ലൽ അക്കല വശുർബ വന്നൗം. ആ സാധനത്തിന് തിന്നാ, കുടിക്കാ, ഉറങ്ങാ, അതല്ലാണ്ട് വേറെ ഒരു ഉദ്ദേശം ആ സാധനത്തിലില്ല. പശുവിന് അങ്ങനെ നേരം വെളുത്ത് കഴിഞ്ഞാൽ അല്ലാണ്ട് കച്ചവടം ചെയ്യാൻ പോകണമെന്ന് പശുവിന് വല്ലതും ഉണ്ടോ? അത് തിന്നണം, അതിന് കുടിക്കണം. തിന്നണതും കുടിക്കണം എല്ലാം പുറത്തേക്ക് പോകേണ്ട ദ്വാരം കടി കൂടെ പുറത്തേക്ക് പോകും. അതിന്റെ ഇടയ്ക്ക് പശു ഗർഭിണിയാവും, പ്രസവിക്കും. അപ്പൊ കോയാങ്കാക്ക പാലും കൊണ്ടുപോകും. ഒരു ദിവസം ഉണ്ടെ കോയാങ്കാക്ക വെറുതെ കയ്യും വീശുമ്പോ എന്തിനാ കോയാനെന്ന് പാല് കിട്ടിയില്ലേതാ. അപ്പൊ ഇയാളെ ഇറച്ചി കടിച്ചില്ലേ ഇന്നലെ? അതിൽക്കാർ എന്റെ പശുവിനെ ഉണ്ട് ചേർത്ത്. അല്ലാഹു അക്ബർ, നല്ല ഇറച്ചി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ആലോചിക്കുകയും ചെയ്തു. അത് നമ്മുടെ പശുവാണ്. ഇതൊന്നും ഈ നാട്ടിലുണ്ടാവണ കാര്യമല്ല കേട്ടോ, ചുമ്മാ പറഞ്ഞ് തല്ലിക്കൊല്ലണ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ ഒരു പശുവിനെ ഇറത്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ പശു ഇറച്ചി മേടിക്കുന്ന ആരെങ്കിലും ഉണ്ടെന്ന് കൈ നോക്കിക്കേ. ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞല്ല. ഇവിടെ ഒരു പശുവിനെ ഇറത്തിട്ടുണ്ട് അപ്പുറത്ത് കശാപ്പ് ശാലയില്. ആ ഇറച്ചി മേടിക്കും. ഹറാമാന്നല്ലേ പറഞ്ഞ? പശു ഇറച്ചി ഹറാമൊന്നുമില്ല, പശു ഇറച്ചി ഹലാല് തന്നെയാണ്. അത് കാശ് കൊടുത്ത് മേടിക്കുന്ന ആരാ ഇവിടെ ഉള്ളത്? നേരെ മറിച്ച് അപ്പുറത്തൊരു പോത്തിനെ അറുത്തിട്ടുണ്ട്. അത് മേടിക്കൂല എന്ന് അഭിപ്രായമുള്ള ഒരു കൈ വെക്കാൻ പറഞ്ഞ ഇവിടെ വല്ലവരും ഉണ്ടാവും മാനികളെ. ആരാ ഈ പശു ഇറച്ചിനാണ് മുസ്ലിം ഉള്ളത് പറ? എന്നിട്ട് ചുമ്മാ തല്ലിക്കൊല്ലുക. ആ കാക്ക മേടിച്ച് പശു, ഈ താത്ത മേടിച്ച് പശു എന്ന് പറഞ്ഞാൽ കൊല്ലാനും തല്ലാനും ഒരു കാരണം. ഇത്രേ ഉള്ളൂ. അല്ലാതെ പശു ഇറച്ചി തിന്നണ മുസ്ലിങ്ങളല്ല. പശു തിന്നണ ആരാന്നറിയോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞു കഴിയുമ്പോ വർഗീയത പറഞ്ഞു എന്ന് പറയും. അത് തിന്നണ വേറെ ആൾക്കാരാ. പശുവും കാളയൊന്നും കാക്കന്മാരില്ല, മുസ്ലിങ്ങൾ തന്നെ അല്ല. 1-ാം നമ്പർ പോത്ത്, പിന്നെ ആട്, അത്രേ ഉള്ളൂ. എരുമയും ചില കാലത്ത് ചിലവാവൂല. എരുമയും ചില കാലത്ത് പറ്റൂല. നല്ല പോത്തുകൂട്ടൽ അല്ലെങ്കിൽ ആ കശാപ്പുകാരനെ കണ്ടിക്കോടെ ആൾക്കാർ. അങ്ങനത്തെ ശൈലിയാണ് നമുക്കുള്ളത്. അല്ലാണ്ട് ആരെ ചീഞ്ഞ കാളനെ തിന്നണത്, ഈ എണിക്കാൻ പറ്റാത്ത പശുവിനെ തിന്നണത്, അതൊക്കെ തിന്നണ ആൾക്കാർ വേറെ ബഹുമാനികളെ. അപ്പൊ പോട്ടെ, ഞാൻ എന്താ പറഞ്ഞു വന്നത്? ആ ഇറച്ചിയാണതില്ലേ? പശുവിനെ ഇറച്ചി എല്ലാവരും അടുപ്പിലാക്കി സംഗതി തീർന്നു. അതുപോലെ തന്നെ ഇപ്പൊ കിടക്കണ നബീസാക്ക് എന്തുട്ടാ? നബീസാക്ക് തിന്നണം, നബീസാക്ക് കുടിക്കണം, നബീസാക്ക് ഉറങ്ങണം. അങ്ങനെ ഇരിക്കുമ്പോ നബീസ ഗർഭിണിയായി, നബീസ പ്രസവിച്ചു. ഒരു ദിവസം കാണാം മക്കാരിയാക്കടെ വീട്ടിൽ ആൾക്കൂട്ടം. എന്തേ അതിനില്ല? ഇല്ല, നബീസ മരിച്ചല്ല. അതെ, അപ്പൊ അതാണ് പുതിയ കവറ് കുഴിയിൽപ്പടി പാറി. അത് തന്നെ നബീസാടെ വല്ല വ്യത്യാസം ഉണ്ടായോ പറ? ഇതാ നബി തങ്ങൾ പറഞ്ഞ ഈ സാധനം അവിടെ തന്നെ കിടന്നുറങ്ങട്ടെ. 2-ാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ, 3-ാമത്തെ ദിവസവും കൂടെ കിടത്തല്ലേ. 3 ദിവസം മാറ്റി കിടത്തി. 4-ാമത്തെ ദിവസം ശൈലി മാറുവാൻ. അപ്പോഴും തലാഖ് എല്ലാനല്ല പറയണേ. ഇത് നിങ്ങൾ പറ, തലാഖ് എല്ലാനല്ല പറയണത്. രാവിലെ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. രാത്രി 3-ാമത്തെ രാത്രി കിടന്നുറങ്ങിട്ടോ. 4-ാമത്തെ ദിവസം വെളുപ്പിന് ഇവൾ അപ്പം ചുട്ടോണ്ടിരിക്കുകയാണ്. നീ എന്ത് ചെയ്യണം? സുബീസ്കാരൊക്കെ കഴിഞ്ഞിട്ട് പതുക്കെ ആ കത്തി എടുത്താ പുറവശത്തേക്ക് ഇറങ്ങി ആ വാളംപുളിയുടെ നീണ്ടു നിവർന്നൊരു ചെറിയ വടിയും കൂടെ വെട്ടിയെടുക്കണം. എന്നിട്ട് ആ അപ്പം ചുട്ടോണ്ടിരിക്കണേന്റെ ആ സാരിയിൽ ഇങ്ങോട്ട് സാരിയാണല്ലോ വെറ്റിയാണേ, കൂട്ടി ഇങ്ങോട്ട് പിടിച്ചിട്ട്
ഒരു 2 എണ്ണ തുടക്കിട്ട് കൊടുക്കണം. നീ അപ്പൊ സാരി ഉമ്മ മാറ്റൂല അല്ലേ എന്ന് ചോദിച്ചോണ്ട് 2 എണ്ണം. പക്ഷേ 8 കൊടുക്കുന്നതിന് നിബന്ധനയുണ്ട്. വൈറ മുബരിഹിൻ, പൊട്ടാൻ പാടില്ല, അടിച്ചു പൊട്ടിക്കാനൊന്നും പാടില്ല, മുഖത്തൊന്നും അടിക്കാൻ പറ്റൂല. വലിച്ചു പിടിച്ചിട്ട് എന്ത് ചെയ്യണം, ആ തൊടഭാഗം നോക്കിയിട്ട് 2 എണ്ണം കിട്ടു കൊടുക്കണം. തലാക്കായിട്ടില്ല. ആവശ്യമില്ലാത്ത പണിക്കാൻ നിൽക്കണ്ട. ശരിയാണ്, അവിടെ വർത്താനം പറഞ്ഞു തുടങ്ങി. ഈ കറക്റ്റാ. അയ്യാ, നമ്മള് വടി കൊണ്ടേലും പാവപ്പത്തിയാണേൽ ചട്ടക്കാരിക്കണേ. മാത്രല്ല നമ്മളടി ഒറ്റ തുണിയെ കൊടുത്തിട്ടുള്ളൂ, അടിയിലൊന്നും ഇട്ടിട്ടില്ല. വലിയ പ്രശ്നാ ഇതൊക്കെ നിക്കാഹിത കിടക്കണോടായി പറഞ്ഞേ. ഈ വടി വെട്ടാനും ഈ പറഞ്ഞൊക്കെ ആരോടാന്നറിയോ? നിക്കാഹ് ചെയ്ത ഭർത്താവിനോടായി പറഞ്ഞേ. അല്ലാണ്ട് നമ്മളിൽപ്പെട്ട ചില ആൾക്കാരോടല്ല. ഇവിടെ നിക്കാഹിത ആൾക്കാർ ഇരിപ്പുണ്ട്. നിക്കാഹിത എങ്ങനെയാ? മാന്യമായ മഹർ പെൺകുട്ടിക്ക് കൊടുത്ത് എന്ന് പറഞ്ഞാൽ അവളുടെ വിവാഹത്തിന്റെ മൂല്യം അതങ്ങോട്ട് കൊടുത്ത് അവള് കുടുംബത്തിൽ ജീവിച്ച അതേ പദവിയിൽ തന്റെ കുടുംബത്തിൽ കൊണ്ടുവന്ന് സംരക്ഷിക്കുന്നതായ ഭാര്യയോടാണ് ഈ പറയപ്പെട്ട ശൈലിയിൽ പെരുമാറേണ്ട ഭർത്താവ്. അല്ലാതെ കയ്യേക്കണ വാച്ച് അത് മുസ്ലിയാരെ നിശ്ചയത്തിന് അളിയം കൊണ്ട് നെട്ടിയതാണ്. അവിടെ കച്ചവടം ചെയ്യണ സ്ഥാപനം അതാ അമ്മച്ചനിട്ട് തന്ന കടയാണ്. അപ്പൊ ആ വീടെങ്ങനെയാ? അത് അമ്മച്ചനുണ്ടാക്കി. അല്ല, അത് മൊത്തം അമ്മച്ചൻ്റെ പൈസയാണ്. എല്ലാം മൂപ്പരുണ്ടാക്കി തന്നതാണ്. ഈ ഇപ്പൊ കയറി പോന്നെ കാറ് അതന്ന് നിക്കായിന് പിന്നെ ശ്രീധനായിട്ട് കിട്ടിയ കാറാ. ഒരക്ഷരം മിണ്ടണ്ട. വല്ല വെള്ളമൊക്കെ തിളപ്പിച്ച് വരുവാണി കുടിക്കുക കേട്ടാ. വേറെ വർത്താനൊന്നും പറയണ്ട കേട്ടാ. അവളോട് കണ്ണ് മിഴിച്ചു നോക്കാനും നിൽക്കണ്ട. കാരണം എന്താ, നിന്നെ കാശ് കൊടുത്ത് ആ പാവപ്പെട്ടവരുടെ വാപ്പ വിലക്ക് മേടിച്ചേക്കണം. എന്തിനാ? മോക്ക് സുഖിക്കാൻ വേണ്ടി. മാർക്കറ്റിൽ ചെന്ന കാളനെ മേടിച്ചോണ്ട് കാള പറഞ്ഞാരി കേൾക്കാനല്ല, മുതലാളി പറഞ്ഞാരി കാള കേൾക്കണം. നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാ. അവള് പറഞ്ഞാരിയൊക്കെ അങ്ങോട്ട് കേൾക്കാം, അനുസരിക്കാം. മനസ്സിലായില്ലേ? നീ പറഞ്ഞാരിയല്ല അവള് കേൾക്കണ്ട. കാരണം നിന്നെ കാശ് കൊടുത്ത് മേടിച്ചേക്കണതാണ്. സ്ത്രീധനം മേടിച്ചവനക്കൊന്നും ഇത് പറയാൻ അവകാശമില്ല. യാതൊരു ന്യായീകരണവും ഇതിലില്ലടോ. പറ, സ്ത്രീധനം വാങ്ങാനും കൊടുക്കാനും വല്ല ന്യായീകരണവും നിങ്ങൾക്ക് ആർക്കെങ്കിലും എടുക്കാവോ? സമുദായത്തിന്റെ ഇടയിൽ അവരെ ഒറ്റപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതിനൊക്കെ ആദ്യമായിട്ട് ശബ്ദമുയരേണ്ടത് സ്ത്രീകളുടെ ഭാഗത്ത് നിന്നാ. പക്ഷെ സ്ത്രീകളല്ലേ ഇന്ന് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നത് കൂടുതലും, അല്ലേ? മോനിക്കുന്ന പെണ്ണ് കാണാൻ പോയിട്ട് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ചോദിക്കണത് എന്താ അവര് തരാന്ന് പറഞ്ഞേക്കണേ. കണ്ടാ, പെണ്ണിന്റെ വായിന്നാ ഇത് വന്നത് ആദ്യം. എന്താ തരാന്ന് പറഞ്ഞേക്കണേ? അത് എടി പിന്നെ 10 കോടിയും പിന്നെ അത്രയായെങ്കിലും നമ്മൾ മോക്കയിൽ കൂടുതൽ കൊടുത്തിട്ടുണ്ടല്ലോ. അങ്ങനെയാ താരതമ്യപ്പെടുത്തണേ. അങ്ങനെയാ, രക്ഷയില്ല. ആദ്യമായി ശബ്ദിക്കേണ്ടത് നിന്റെ ഭാഗത്തു നിന്നാണ്. എന്റെ മോൻ വിവാഹം കഴിക്കുമ്പോൾ 1 രൂപ പോലും പെണ്ണിന്റെ ഭാഗത്തുനിന്ന് സ്ത്രീധനമായിട്ട് വാങ്ങാൻ പാടില്ല. എന്നാ കൊടുക്കാൻ പാടില്ലേ, വാങ്ങാനും പാടില്ലേ? ഉണ്ടല്ലോ. പൊന്നാര നബി തങ്ങൾ പൊന്നുമോളെ നിക്കാഹ് ചെയ്ത് ഇറക്കി വിടുമ്പോൾ, മോളെ ഈ കിടക്കുന്ന രോമവസ്ത്രം നിനക്കുള്ളതാണ്, മോളെ ഈ തോൽപാത്രം നിനക്കുള്ളതാണ്, ഈ വെള്ളിയുടെ ആഭരണം നിനക്കുള്ളതാണ്, ഈ ഇരിക്കുന്നതായ പാത്രം നിനക്കുള്ളതാണ്, ഈ വസ്ത്രം നിനക്കുള്ളതാണ്. ഇതെല്ലാം മഹാനായ നബി തങ്ങൾ പൊന്നോമന മകൾക്ക് കൊടുത്തപ്പോൾ അലിയാർ തങ്ങൾ പറഞ്ഞില്ല, റസൂലേ ഇതൊന്നും എനിക്ക് വേണ്ട, ഇത് സ്ത്രീധനമാണ്. ആരും പറഞ്ഞില്ല ബഹുമാനികളെ. പിതാവ് മകൾക്ക് കൊടുക്കുന്നതിന് ഇവിടെ ആരും എതിരില്ല, മകൾക്ക് വാങ്ങിക്കുന്നതിനും എതിരില്ല. പക്ഷേ ഇത്ര തന്നാലേ നിക്കാഹ് നടക്കൂ. ഇതിന്റെ പേരാണ് സ്ത്രീധനം. ഇത് അനുവദിക്കപ്പെട്ടതല്ല. അതിന്റെ പേരിൽ സ്ത്രീധനമൊക്കെ മേടിച്ചിട്ട് പെണ്ണുമ്പള്ള തല്ലു ഇടിക്കുകയൊക്കെ ചെയ്തിട്ടേ അങ്ങനെയൊക്കെ ഉണ്ട്. ഇന്നലെ പോയ മാതിരിയല്ല, മുമ്പിൽ ഒരു പല്ല് കാണില്ല. അപ്പൊ കടയിലേക്ക് വന്നു കഴിഞ്ഞപ്പോ ആൾക്കാർ ചോദിച്ചു, അല്ല ഇതെന്താ ഈ പല്ലിനെന്ത് പറ്റി? അതെന്റെ ചങ്ങാതി വീട്ടിൽ നിന്ന് സിറ്റൗട്ടിൽ നിന്ന് മുറ്റത്തേക്ക് ഇറങ്ങാൻ 1ാമത്തെ നട ചവിട്ടിട്ട് 2ാമത്തെ ചവിട്ടിന് 4ാമത്തേലെ ഇപ്പൊ ചവിട്ടി. അങ്ങോട്ട് മുന്നും കൊത്തി വീണത് പോയി പല്ലടിച്ചു, 2 പല്ല് പോയി. എവിടെ? പെണ്ണുമുള്ള പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞിട്ടനുസരിക്കാണ്ട് പെണ്ണുമുള്ള ചൂല് മടക്കി അടിച്ചതാ. പല്ല് 2 പോയിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞതിനാ. എനിക്ക് അയ്യോ വീട് കൂലിയാത്ത ഒരു കൂലി നിൽക്കില്ല എന്താ, നിക്കാഹ് വേണ്ട രീതിയിലല്ല. പോട്ടെ എന്താ പറഞ്ഞു വന്നത്? ഈ നിലക്ക് അടിച്ചിട്ടും ശരിയാകുന്നില്ലെങ്കിൽ അവളുടെ ഭാഗത്തുനിന്ന് 2 മാന്യന്മാരെ വിളിക്കണം, നിന്റെ ഭാഗത്തുനിന്ന് 2 മാന്യന്മാരെ. ഖുർആൻ പറയുന്നത് ആ 4 പേരുടെ മുന്നിൽ വിഷയം വെക്കണം. ഇവൾ അനുസരിക്കാൻ തയ്യാറല്ല.
ഇവര് 4 പേരും കൂടി അവളോട് പറഞ്ഞിട്ടും അനുസരിക്കുന്നില്ലെങ്കിലും തലാഖ് ചൊല്ലരുത്. പിന്നെ എന്ത് ചെയ്യണം? അവളുടെ ഭാഗത്തുനിന്നുള്ള ഉപദ്രവങ്ങളും പീഡനങ്ങളും സഹിച്ച് ഭർത്താവാകുന്ന നീ അവളോടൊപ്പം ജീവിക്കാൻ തയ്യാറായാൽ നിനക്ക് അല്ലാഹു തആല തരുന്നതായ പദവി മൻ സ്വബറ അലാ സൂഇ ഖുലുഖി ഇംറാതിഹി അഅതാഹുല്ലാഹു മിഥല മാ ഉഅതിയ അയ്യൂബ അലൈഹിസ്സലാം. വലിയ പദവിയിലേക്ക് നിന്നെ ഉയർത്തപ്പെടുകയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോയിന്റിന്റെ തല അവിടെ സ്വല്പം കിടക്കുക. ഞാൻ അതിനോടും കൂടി കൊണ്ടുവന്നിട്ട് ഭർത്താക്കന്മാർ ഭാര്യമാരുടെ പീഡനങ്ങളും ഉപദ്രവങ്ങളും സഹിച്ചാക്കിട്ട് എന്റെ അമ്മമാരെ രാവും പകലും, രാത്രി മൊത്തം നിസ്കാരം, പകല് മൊത്തം നോമ്പ്, ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് നബിയുടെ പദവിയിലേക്ക് എത്താൻ കഴിയുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഭാര്യ ഉപദ്രവിക്കുക, വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്. ആ വേദനയും വിഷമവും എല്ലാം ഒരു ഭർത്താവ് സഹിക്കാൻ തയ്യാറായാൽ പടച്ചമ്പുരാൻ ആ മനുഷ്യനെ പ്രവാചകന്റെ പദവിയിലേക്ക് ഉയർത്തുന്നതെന്ന് നബിയുനാ റസൂലുള്ളാഹി. അയ്യൂബ് അലൈഹിസ്സലാം, അയ്യൂബ് നബിയുടെ പദവിയെ ആദരിക്കാൻ പോകുന്നത്. നോക്കൂ മാനികളെ, കൂടെ ജീവിക്കണമെന്ന് പറയണം. ഇത് ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? ഈ ഭാര്യയുടെ പീഡനം ഒരു ഭർത്താവ് സഹിച്ചു മുന്നോട്ട് പോകണമെങ്കിൽ ഭർത്താവിന്റെ ഭാഗത്ത് എന്തുണ്ടാകണം? ഭാര്യയുടെ ഭാഗത്ത് എന്തുണ്ടാകണം? രണ്ടുപേരുടെയും മധ്യത്തിൽ 3-ാം കക്ഷി കടന്നു വരണം എന്നുള്ളതാ ഞാൻ കൊണ്ടുവന്ന് വെച്ച പോയിന്റ്. 3-ാം കക്ഷി ആരാൻ? നബിയുനാ റസൂലുള്ളാഹി. ആ നബിത്തങ്ങൾ പറയുന്നു, വിവാഹത്തിലേക്ക് കടക്കുമ്പോൾ 4 കാര്യം ശ്രദ്ധിക്കണം. ഒന്നെന്താണ്? സമ്പത്തിനെ നോക്കാം. അവിടെ സമ്പത്തുണ്ടോ, ഇവിടെ സമ്പത്തുണ്ടോ, രണ്ടുപേരും സമ്പത്ത് നോക്കാം. പക്ഷേ സമ്പത്ത് തകരും. സൗന്ദര്യം നോക്കാം, 2 ഭാഗത്തും. അല്ലാണ്ട് ഇവിടെ കാക്ക പോലെ ടാറ് പോലെ കറുത്ത്, അവിടെ മുല്ലപ്പ് പോലെ വെളുത്ത്, അങ്ങനെയല്ല. 2 ഭാഗത്തും നോക്കാം. സൗന്ദര്യം തകരും. തറവാടിത്തം നോക്കാം, തറവാടിത്തം തകരും. ഇത് 3 തകർന്നാൽ ദാമ്പത്യ ജീവിതം വലയാതിരിക്കാൻ ഇവിടെയാണ് വിഷയം. നിക്കാഹ് ചെയ്യുമ്പോൾ ഒരു പുതിയാപ്പിളയാകാൻ പോകുന്ന, പുതിവെണ്ണാകാൻ പോകുന്ന 2 വ്യക്തികളും ശ്രദ്ധിക്കേണ്ടത് 4 പോയിന്റാണ്. ഒന്നാമത്തത് സമ്പത്ത്. കാശ് പോകും. കാശ് പോയി കഴിയുമ്പോൾ പിന്നെ അപ്പുറത്തേക്കൊക്കെ തിരിയും. കാശുള്ളിപ്പൊക്കെ കൂടെയൊക്കെ നിൽക്കും. കാശ് പോയി കഴിയുമ്പോൾ അപ്പുറത്തേക്ക് തിരിയും. നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ ഇവിടെ തന്നെ ഒരു പശുവിനെ കൊണ്ടുവന്ന് കെട്ടിയ കയറിന്റെ നീളത്തിൽ ഉള്ള അത്രയും പുല്ല് തിന്നു, മൊത്തം നക്കി തിന്നു. പക്ഷെ അതിന് വിഷമടങ്ങിയിട്ടില്ല. അപ്പുറത്തെ പറമ്പിലല്ല, മുട്ടോളം പുല്ലിങ്ങനെയാണല്ലോ തളുത്ത് നിൽക്കുകയാണ്. പശുവിനെ നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതിങ്ങനെ എത്തിക്കുമ്പോ കയറ് വലിയും. പുല്ലിട്ടാനുള്ള ആർത്തിയിലാണ് ഈ എത്തിക്കണത്, വലിക്കണത്. അങ്ങനെ വലിയുമ്പോ കയറ് പൊട്ടും. കയറ് പൊട്ടുമ്പോ എന്ത് ചെയ്യും? പശു അപ്പുറത്തെ പറമ്പിലേക്ക് ആടും. അപ്പുറത്തെ പറമ്പിലേക്ക് ആടി കഴിഞ്ഞാൽ പിന്നെ വയറെറിച്ച് പുല്ലിനു. അതിന് നമുക്ക് പശുവിനെ കുറ്റം പറയാൻ പാടുണ്ടോ? പറ. ആ കുറ്റം പറയാൻ പറ്റില്ല. ഇനി കാളയാണെങ്കിലും സഹോദരിമാരെ കാളനെ കുറ്റം പറയാൻ പറ്റുമോ? കുറ്റം പറയാൻ പറ്റില്ല. ഇതാണ് അതിന്റെ കാര്യം. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് പറഞ്ഞത് അവർക്കൊന്നും ഇരുന്നാൽ മനസ്സിലാവില്ല. മനസ്സിലായില്ലെങ്കിൽ ഇത്ര മനസ്സിലായാൽ മതി കേട്ടാ. കുറച്ച് പരിധിയൊക്കെ ഇട്ട് അത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാര്യങ്ങൾ ശ്രദ്ധിച്ചോ, മനസ്സിലാവും. മുആവിയ റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിക്കുക. മദീനയിലുണ്ടായ സംഭവം. നല്ല സൗന്ദര്യവതിയായ ഒരു പെൺകുട്ടിയെ സാമ്പത്തിക ശേഷിയുള്ള ഒരാൾ വിവാഹം കഴിക്കുകയാണ്. നിസ്സാര കാലം കൊണ്ടിട്ട് ഇയാളുടെ സമ്പത്ത് തകർന്നു. സംഭവിക്കും ബഹുമാനികളെ. ഇതൊക്കെ സമ്പത്തൊന്നും നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്ന കാര്യങ്ങളല്ല. നമ്മള് കച്ചവടത്തിൽ നൈപുണ്യമുള്ള ആളാ, നമ്മൾ വലിയ പരീക്ഷകളൊക്കെ പാസ്സാക്കി വലിയ സനതെടുത്ത ആളാ, അതുകൊണ്ടിട്ടാണ് എന്റെ ജീവിതത്തിന് ഐശ്വര്യം ഉണ്ടായിരിക്കുന്ന, സമ്പത്ത് വർദ്ധിച്ചിരിക്കുന്നത്. ഈ നിലയ്ക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരാണെങ്കിൽ ജനങ്ങളെ, നിങ്ങളുടെ ഈ ജീവിത ചെലവിന് നിങ്ങൾ ഇതുപോലെ പണിയെടുത്തിട്ടാണ് അല്ലെങ്കിൽ പരിശ്രമിച്ചിട്ടാണ് നിങ്ങൾ അവകാശപ്പെടുകയാണെങ്കിൽ നിങ്ങളെക്കാൾ കൂടുതൽ ജീവിത ചെലവുള്ളവരല്ലേ വനാന്തരത്തിലെ വന്യമൃഗങ്ങൾ, അല്ലേ? നിങ്ങൾ തിന്നുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി ഇറച്ചിയാ സിംഹവും പുലിയൊക്കെ തിന്നുന്നത്. സിംഹം ആശാങ്കളരി പോയിട്ടില്ല, സർവകലാശാല കേട്ടിട്ടില്ല. അല്ലാഹു ഖൈറുർ റാസിഖീൻ.
പടച്ചമ്പരാനാ നിങ്ങളെ സമ്പത്തേറ്റ് തന്നെ. നിങ്ങൾ പൊതുമാർക്കറ്റിൽ ചെല്ലുമ്പോൾ കുറഞ്ഞ വിലക്ക് അവിടെ കിട്ടാൻ ചരക്ക് റെഡി. നിങ്ങൾ അതുകൊണ്ടൊന്ന് നിങ്ങളെ റീറ്റെയിൽ സ്ഥാപനത്തിൽ നിരത്തുമ്പോൾ കൂടിയ വിലക്ക് വാങ്ങാൻ ആള് റെഡി. ഇത് അള്ളാഹു തആല നിങ്ങൾക്ക് ചെയ്യുന്ന അനുഗ്രഹം. നിങ്ങളിപ്പോ ഈ പൂക്കാട്ടുപടിക്ക തന്നെ ചുമ്മാ ചെന്ന് നോക്കി, അവിടെ ഒരു കച്ചവട സ്ഥാപനം, ഇവിടെ ഒരു കച്ചവട സ്ഥാപനം. ഈ രണ്ട് സ്ഥാപനത്തിലും ഒരേ നിലവാരത്തിലുള്ള ചരക്കുകളാണ്. പക്ഷെ ആ കടയിൽ ഇരിക്കുന്നവർക്ക് പണിക്കാർക്ക് സാധനം എടുത്തു കൊടുക്കാൻ കഴിയില്ല, അത്ര തിരക്കാണ്. ഇവിടെ ഇരിക്കുന്ന മുതലാളി വരെ ഈച്ച പിടിച്ചിരിക്കുകയാണ്. ചുമ്മാ നമ്മുടെ ഈ അടുത്തുള്ള ജംഗ്ഷനിലുള്ള കച്ചവട സ്ഥലങ്ങളൊക്കെ നോക്കുക, എല്ലാ സ്ഥലത്തും ഉണ്ട് ഇത്. ആ കച്ചവടക്കാരനെ അള്ളാഹു അനുഗ്രഹിച്ചു, ഇവനെ അള്ളാഹു തആല പരീക്ഷിച്ചു. ഇതാണ് അതിനകത്തുണ്ടായത്. ഇങ്ങനെ സമ്പത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെയല്ല, തകരും. ഇവിടെ ഇതാ പുരുഷന്റെ സമ്പത്ത് തകർന്നുപോയി. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ പട്ടാള മേധാവി ഈ പെണ്ണിന്റെ സൗന്ദര്യം മനസ്സിലാക്കി ഇവരുടെ രണ്ടുപേരുടെ ഇടയിൽ ഒരു കള്ളക്കേസ് ഉണ്ടാക്കി. ഈ ഭർത്താവിനെ പ്രതിക്കൂട്ടിലും ഭാര്യനെ വാദിക്കൂട്ടിലും കയറ്റി മുആവിയ വിചാരണ നടത്തുകയാണ്. അപ്പൊ മുആവിയ റളിയല്ലാഹു അൻഹുവിന് താല്പര്യമുണ്ട്, ഈ പെണ്ണിന് നല്ലൊരു ജീവിതം കൊടുക്കണം. പട്ടാള മേധാവി ഇവളെ ഭാര്യയായിട്ട് സ്വീകരിക്കാനും തയ്യാറാണ്. വിചാരണയുടെ ഇടയിൽ ചോദിച്ചു, സഹോദരി, നിങ്ങൾ വലിയ സുഖമായിട്ട് ജീവിച്ചതല്ലേ? ഇയാൾക്ക് വലിയ സമ്പത്തുണ്ടായിരുന്നില്ലേ? അതേ, സമ്പത്തുണ്ടായി, സുഖമായി ജീവിച്ചതാ. ഇപ്പൊ നിങ്ങളുടെ ജീവിതം ദുരിതത്തിലും വിഷമത്തിലും വേദനയിലുമല്ലേ? അതെ. നിങ്ങൾ ഈ മനുഷ്യനുമായി വിവാഹമോചനം നടത്തി ഒഴിവാക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ നിൽക്കുന്ന എന്റെ പട്ടാള മേധാവി നിങ്ങളെ ഭാര്യയായിട്ട് സ്വീകരിക്കാൻ തയ്യാറാ. എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം പറയാനുള്ളത്? എന്റെ ബഹുമാനപ്പെട്ട ചക്രവർത്തി, ഈ നിൽക്കുന്ന തഖ്വയുള്ള മുത്തഖിയ എന്റെ ഭർത്താവിനോടൊപ്പം എന്നെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് ആ പട്ടാള മേധാവിയുടെ കുതന്ത്രത്തിൽ നിന്നും എന്നെ നിങ്ങൾ രക്ഷപ്പെടുത്തണേ. ഈ മനുഷ്യൻ രാത്രി കിടന്നാൽ അല്പം അറിഞ്ഞതിന്റെ ശേഷം എഴുന്നേൽക്കുകയാണ്, ഒളു ചെയ്തിട്ട് സുജൂദിൽ കിടന്ന് പൊട്ടിക്കരയുകയാണ്. കരയുമ്പോൾ ദുആ ചെയ്യുന്നത്, റബ്ബേ, എനിക്കും എന്റെ പ്രിയപ്പെട്ടവൾക്കും പൊറുക്കണേ അല്ലാ. ഞങ്ങളെ രണ്ടാളെയും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു വിരിപ്പിലേക്ക് കൂട്ടിച്ചേർത്ത് നീയാണ് റബ്ബേ. ഞങ്ങൾക്ക് നാളെ സ്വർഗലോകത്ത് ഒരുമിച്ച് ജീവിക്കാനുള്ള ഭാഗ്യം താട്ടേ അല്ലാ. എന്നെയും എന്റെ പ്രിയപ്പെട്ടവളെയും രോഗത്തിൽ വലക്കല്ലേ അല്ലാ. എന്തെല്ലാം റബ്ബിനോട് ദുആ ചെയ്താലും അതിനോടൊപ്പം എന്റെ കാര്യങ്ങൾ കൂട്ടിച്ചേർക്കുന്ന ഈ തഖ്വയുള്ള മനുഷ്യനോടൊപ്പം ജീവിക്കാൻ എന്നെ അനുവദിക്കണേ. മതബോധം ഭാര്യക്കുണ്ടായപ്പോ പട്ടിണിയിലേക്കും ദാരിദ്ര്യത്തിലേക്കും എത്തിയ ഭർത്താവിനെ ഒഴിവാക്കാൻ അവൾ തയ്യാറായില്ല. ഇതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. സമ്പത്തിനല്ല മുൻതൂക്കം കൊടുക്കേണ്ടത്, മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഭർത്താവിനും ഭാര്യയ്ക്കുമുണ്ടോ? വിവാഹം ചെയ്യാൻ തെരഞ്ഞെടുക്കുന്ന പെൺകുട്ടിക്ക് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? തന്റെ ഇണയായി വരാൻ പോകുന്ന ഭർത്താവിന് മതപരമാകുന്ന വിദ്യാഭ്യാസവും വിവരവും ഉണ്ടോ? മുസ്ലിം റളിയല്ലാഹു തആല ഉറങ്ങാത്ത സഹോദരിമാരത് കേക്ക്, ഉറങ്ങണത് അവിടെ നിന്ന് ഉറങ്ങാൻ, അല്ലാണ്ട് പിന്നെ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ സാധാരണ ഈ വിഷയമൊക്കെ പറയാൻ ഉദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ 1.5 ദിവസമാ ഭർത്താവിന് ഭാര്യയോടുള്ള കടമ പറയണം. 1.5 ദിവസം. എന്റെ ശൈലി എങ്ങനെയാ? 1/2 ദിവസമാ അവിടെ നിന്ന് ഇങ്ങോട്ട് പറയുള്ളൂ. കാരണം അവിടെ നിന്ന് ഇങ്ങോട്ടല്ല കടപ്പാട് കൂടുതൽ, ഇവിടുന്ന് അങ്ങോട്ടാ കടപ്പാട് കൂടുതൽ. الرجال قوامون على النساء بما فضل الله بعضهم على بعض وبما أنفقوا من أموالهم فالصالحات قانتات حافظات للغيب بما حفظ الله. ഇവർക്ക് 2-3 കാര്യം മാത്രം ചെയ്താൽ മതി. ഇവർക്ക് സ്വർഗത്തിൽ പോകാൻ കൂടുതൽ പണിയൊന്നും എടുക്കണ്ട. 5 നേരം നിസ്കരിക്കുക, റമദാൻ മാസത്തിൽ നോമ്പ് പിടിക്കുക, ഗുഹ്യ ഭാഗത്തെ ഹറാമിൽ സൂക്ഷിക്കുക, ഭർത്താവിനെ അനുസരിക്കുക. 4 കാര്യങ്ങളെ ഭാര്യമാർക്ക് ചെയ്യേണ്ടതുള്ളൂ. ഹജ്ജൊക്കെ ചെയ്യിപ്പിക്കേണ്ടത് നിങ്ങളുടെ കടമയാ, അവർക്ക് ഹജ്ജിൽ കടമയില്ല, നിങ്ങളുകൊണ്ട് ചെയ്യിപ്പിക്കണം. അതാ നിങ്ങൾക്കാണ് കടമകൾ. എന്താ വിവരമില്ലാത്ത ഞാനിത് 2 ദിവസം കൊണ്ട് പറയുമ്പോൾ 1.5 ദിവസം നിങ്ങളുടെ അങ്ങോട്ടുള്ള കടമകൾ, അത് അത്ര പറയാനുണ്ട്, അവിടെ നിങ്ങോട്ട് കുറച്ചേ ഉള്ളൂ. പക്ഷെ ഇന്ന് അങ്ങനെയല്ല പലരും മനസ്സിലാക്കിയേക്കണത്. ഇങ്ങോട്ടാണ് കടമ കൂടുതൽ. ഇങ്ങോട്ടല്ല കടമ, അങ്ങോട്ടാ കടമ കൂടുതൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളല്ലേ പറഞ്ഞത്, ഇന്നഹുന്ന അവാനും ഫീ ഐദീകും. ഞാൻ അതിലേക്ക് കടന്നു വരുവാ. തങ്ങളുടെ ഏറ്റവും പ്രസക്തമായ, ഏറ്റവും പ്രാധാന്യമായ, ലോകത്തിന് ഒരു കാലത്തും മാറ്റാൻ കഴിയാത്ത, മറക്കാൻ കഴിയാത്ത പ്രശസ്തമായ പ്രസംഗമല്ലേ അർഫായിലെ വഅദ് നബി തങ്ങളുടെ, അല്ലേ? അവസാനത്തെ പ്രസംഗമല്ലേ? അതിനകത്ത് ഊന്നി പറഞ്ഞത് ഈ സമുദായത്തിനോടാ. ഞാൻ ഇൻഷാ അല്ലാഹ് അതിലേക്ക് വരാം. സഹോദരന്മാരെ, സഹോദരിമാരെ, നിങ്ങളോട് പറയാ,
നിങ്ങളോട് പറയാ, അവരോടുള്ളതായ കടപ്പാടുകൾ വലുതാ. അല്ലാഹുവേ അല്ലാഹുവേ, റഹ്മാനായ പടച്ചവൻ ഖൂ അൻഫുസക്കും വഅഹ്ലീക്കും നാറ എന്ന നിലയ്ക്ക് പടച്ചവൻ വരാൻ പ്രഖ്യാപിച്ച നമ്മുടെ ഭാര്യമാര്, നമ്മുടെ മക്കളൊക്കെ കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അവര് കാരണമായി നാളെ അദാബിൽ അകപ്പെടുന്നവരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെ പെടുത്താതെ കാത്തുരക്ഷിക്കും.